സിസ്റ്ററിൻ്റെ വിധി വന്നു കഴിഞ്ഞപ്പം സിസ്റ്ററിൻ്റെ ഉള്ളിൽ നിന്നും പറഞ്ഞത് ഇനി ഒരു 13 അല്ല 300 പ്രാവശ്യം ബലാത്സംഗം ചെയ്യപ്പെട്ടാൽ ഒരു പരാതിയായിട്ട് പോകരുത് നിസ്സഹായമായി പറഞ്ഞു പോയതാണ്. കാരണം അത്ര പ്രോസസ്സായിട്ട് അത്ര പെയിൻഫുൾ പ്രോസസ്സായിട്ട്. ഒരാൾ സന്യാസം സ്വീകരിക്കേണ്ടത് ഏത് പ്രായത്തിലാണെന്നാണ് സിസ്റ്റർ വിശ്വസിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇനി അത് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. സന്യാസം എന്ന് തന്നെ വേണ്ട, ഇനി ഒരാൾ അതിലെ ആ വഴിക്ക് പോകണ്ടെന്ന് പറയുമ്പോൾ അതവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടതല്ലേ? സ്റ്റോപ്പ് ചെയ്യണ്ട. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് മീൻസ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വേറൊരു ജീവിത അന്തസ്സ് തിരഞ്ഞെടുത്ത് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ഗുണവും എനിക്ക് തരുന്നില്ല, അല്ലെങ്കിൽ ഒരു ഗുണവും ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാ സിസ്റ്റർ നമ്മൾ അതിലേക്ക് പോകുന്നത്? നമുക്കത് അങ്ങനെയല്ല, വിട്ട് വേറൊരു ലൈഫ് നമുക്ക് ഇനിയും മുന്നോട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ അതിലെന്ത് ഒരു ഗുണവും ഇല്ലാത്ത നമ്മളോടൊരു ഇൻജസ്റ്റിസ് ചെയ്താൽ നമ്മൾ അതിനെ ചോദിക്കണം. അത് വേണം, തീർച്ചയായും. ആ ചോദ്യത്തിന്റെ ഭാഗമാണിത്. നമ്മളെ വേണ്ടാത്ത നമ്മൾക്ക് വേണ്ടാത്തൊരു സ്ഥലം. ഞാൻ പറയട്ടെ, ഇപ്പം നമ്മളെ വേണ്ടാത്ത ഒരാളെ നമ്മളെ എല്ലാവർക്കും അത് അവിടെ തന്നെ, മോൾക്ക് കുറച്ചുകൂടി ധൈര്യമുണ്ട്, മോൾ ആ വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് ചലഞ്ച് ചെയ്യും. മോൾക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ട് മോളെ പുറത്തോട്ട് പോയി ചലഞ്ച് ചെയ്യുന്നേ. എനിക്ക് അവിടെ തന്നെ നിന്ന് ചലഞ്ച് ചെയ്യാനുള്ള ആത്മധൈര്യമുണ്ട്. മുന്നിലിരിക്കുന്ന ഞാൻ കാണുന്ന സഭാവസ്ത്രം അണിഞ്ഞ കന്യാസ്ത്രീ അല്ല എന്റെ മുന്നിലിരിക്കുന്നത്. അപ്പം അതിലൊക്കെ മാറ്റം കൊണ്ടുവരുമ്പോൾ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ പുരോഹിതന്മാർ തന്നെ അവർ ആ ഉള്ളി കുർബാനയുടെ സമയത്ത് മാത്രമാണ് ആ വസ്ത്രം ധരിക്കുന്നത്. കോടതി പറയും ഇവർക്ക് ജീവിക്കാൻ ഒരു കോൺവെന്റ് പണിത് കൊടുക്കുന്നല്ല, ഒരു ബിൽഡിങ്, അല്ലെങ്കിൽ ഇവർക്ക് ജീവിക്കാൻ മന്ത്ലി ഇത്ര സാലറി കൊടുക്കുക. പിന്നെ എന്തിനാ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഡിവോഴ്സിന് മാത്രം മെയിൻ്റനൻസ് എന്ന് പറയാം. ഞങ്ങളും പാർട്ട് ഓഫ് ഇന്ത്യ ആണ്. ഈ നിഷേധി എന്ത് ചെയ്യാം? ഇവരെ എങ്ങനെ ഒന്ന് നിയന്ത്രണത്തിൽ കൊണ്ടുവരാന്ന് അവര് ചിന്തിക്കാതിണ്ടാവില്ലല്ലോ. ആണല്ലേ? ഞാൻ ഈ കാണിക്കുന്ന ബഹളമൊന്നും എന്നല്ല, ഞാൻ ഭയങ്കര പഞ്ചവാണ്. ഞാൻ കാര്യങ്ങൾ പറയുക, അത്രേ ഉള്ളൂ. വിവാഹം എന്ന് പറയുന്ന ഉടമ്പടി ഇല്ലാതെ സന്യാസ ജീവിതത്തിലേക്ക് പോകുന്ന മറ്റ് സഭകളിലൊക്കെ വിവാഹ ജീവിതവും കൂടി അനുവദനീയമായ രീതിയുണ്ട്. അപ്പൊ അതിനെയൊക്കെ ചോദ്യം ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മൾ അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ മനുഷ്യനായിട്ട് ജീവിക്കുക, അതാണ് ഏറ്റവും നല്ലത്. അത് രക്ഷപ്പെടൽ ഉത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരാള് സന്യാസം സ്വീകരിക്കേണ്ടത് ഏത് പ്രായത്തിലാണെന്നാണ് സിസ്റ്റർ വിശ്വസിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇനി അത് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ അങ്ങനെ നിർബന്ധമൊക്കെ ഉള്ളവരാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷനിൽ എത്തിയതിന് ശേഷം, ഒരു ഏണിങ് ഒക്കെ എത്തിയതിന് ശേഷം അന്നേരത്തേക്ക് മച്ചുറാകുള്ളൂ. ഒരു വിവാഹത്തിന് 18 വയസ്സാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് കോമൺലി ആ ഏജിലാരും വിവാഹിതരാകുന്നില്ല. ഒരു പഠിച്ച് അല്ലെങ്കിൽ പഠനത്തിന്റെ ഭാഗങ്ങളൊക്കെ പൂർത്തിയാക്കി ഒരു ആഫ്റ്റർ 22-23 ഒക്കെയാ. ആ സമയം ആകുമ്പോഴാണ് സിസ്റ്റർ ആകുന്നത് എന്നല്ല ഞാൻ പറയണ്ടേ. ആ സമയത്ത് കോൺവെന്റ് പരിശീലനത്തിന് പോകാവുള്ളൂ. മനസ്സിലായോ? അല്ലെ കുറച്ച് 17-18 വയസ്സിൽ പോയിട്ട് പിന്നെ പരിശീലനമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ ഏജ് ആകും. അതുകൊണ്ട് കാര്യമില്ല. അതാണ് സിസ്റ്റേഴ്സ് ഇപ്പൊ ബാധിക്കുന്നത്. ഇപ്പൊ ചെറിയ പ്രായത്തിൽ ചെല്ലുന്നു, ഇത് എന്താണെന്ന് അറിയാനുള്ള പഠനം, ആദ്യം ഒരു ട്രെയിനിങ് പ്രോസസ്സ് നടക്കുന്നു. ശരിക്കും നിങ്ങൾക്ക് ഈ ആത്മീയപരമായ ആ ഒരു ഉന്നതിയിലേക്കൊക്കെ എത്തുന്നുണ്ടോ? അങ്ങനെ ഇപ്പൊ നമ്മളൊരു ആത്മീയത സ്വീകരിക്കുമ്പോൾ അതിനെ വേറൊരു തലത്തിൽ എടുക്കുന്നവരുണ്ടാവുമല്ലോ. അവർ എനർജി ഫീലെങ്കിലും കിട്ടുന്നുണ്ടോ? ഈ ആത്മീയത എന്ന് പറയുന്നത് എന്താണ്? എനിക്ക് ഒരു എനർജി ഫീലിംഗ് കിട്ടുന്നത് ഒരു മനുഷ്യനെ ഞാൻ നോക്കി ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്കൊരു നന്മ ചെയ്യുമ്പോൾ. റിയൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് കിട്ടുന്നത് അന്നേരമാണ് നമ്മൾ സാറ്റിസ്ഫൈഡ്, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നത്. ഒരു സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാൾക്കൊരു ആശ്വാസം കൊടുക്കുമ്പോൾ, എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ, നമ്മൾ സമൂഹത്തോട് പറയാനുള്ളത് തുറന്നു പറയാൻ ധൈര്യം കാണിക്കുമ്പോൾ, അപ്പോൾ നമുക്കൊരു കിട്ടുന്നത്. അല്ലാണ്ട് പോയി എനിക്കറിയത്തില്ല, ചിലപ്പോൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ, ആദ്യമൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തൊക്കെ കിട്ടും, അങ്ങനെ ഒരു ശാന്തത, ഇതൊക്കെ ധ്യാനത്തിലൂടെ അങ്ങനെ അത് നമ്മളെ ഫോം ചെയ്യും. എങ്ങനെ ഹൗ ടു നമ്മൾ ബിഹേവ് ചെയ്യേണ്ട നമ്മുടെ ലൈഫ്. അല്ലാണ്ട് ദൈവവുമായിട്ട് അങ്ങനെ എനിക്കതിലൊന്നും വലിയൊരു അർത്ഥം തോന്നുന്നില്ല. ആർക്കും കിട്ടുന്നുണ്ടെന്നും തോന്നുന്നില്ല. ഓരോ കാലഘട്ടത്തിൻ്റെ ഓരോ സ്പിരിച്വാലിറ്റി തിയോളജി ഓരോരുത്തർക്ക് തോന്നുന്നത് കൊണ്ടുവരുന്നു, പറയുന്നു, പഠിപ്പിക്കുന്നു എന്നല്ലാതെ പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടാകേണ്ട ഒരു സംവിധാനമാണ് ഞങ്ങളുടെയൊക്കെ സന്യാസ സഭ. അപ്പോൾ
അല്ലെങ്കിൽ എത്രയോ പേര് പഠിപ്പിക്കുന്നു, ജോലി ചെയ്യുന്നു, കുറച്ച് പേര് മഠങ്ങളിലെ ജോലി ചെയ്യുന്നു, പറമ്പിലെ ജോലി ചെയ്യുന്നു. അതിലൊക്കെയാണ് കൂടുതലും എല്ലാവരും വ്യാപൃതരാകുന്നത്. അതിനിടയിൽ നല്ല ചിന്തകൾ കൊണ്ടുവരുന്നു. സിസ്റ്റർ ശരിക്കും ഇപ്പൊ അതിൽ നിന്ന് പൂർണ്ണമായും പുറത്തു വന്നോ? അതിനൊരു ക്ലാരിറ്റി തരാമോ? ഞാന് പൂർണ്ണമായിട്ടും വന്നിട്ടില്ല, മീൻസ് ഇത്രയൊക്കെ മനസ്സിലായിട്ടും ഇപ്പോഴും അതിനൊരു പിടിവലി എന്തുകൊണ്ടാണ് നടക്കുന്നത്? പിടിവലി എന്ന് പറയത്തില്ല, ഞാൻ ഫോളോ ചെയ്ത ഒരു ജീവിത അന്തസ്സാണ്. ഞാൻ ഇനിയിപ്പോ ഈ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാന്നുള്ളതല്ല, അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് വരുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അവിടെ നിൽക്കാനുള്ള, അവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്യണമെന്നില്ലല്ലോ. ഇപ്പൊ ഇത് സിസ്റ്റർ തന്നെ പറയുന്നു സന്യാസം ചെയ്യണം. കാരണം എന്നാന്ന് ചോദിച്ചാല് എന്റെ വീട് അതാണ്. ഞാൻ 40 വർഷം ജീവിച്ച, ഞാൻ 40 വർഷം അധ്വാനിച്ച, ഞാൻ 40 വർഷം സ്നേഹിച്ച, മനസ്സിലായോ? എനിക്ക് എന്നോട് ശത്രുത ഉണ്ടെങ്കിൽ എനിക്ക് ശത്രുതയില്ല. ഞാൻ 40 വർഷം സ്നേഹിച്ച, ഞാൻ 40 വർഷത്തിനിടയിൽ എത്ര പ്രാവശ്യം കരഞ്ഞിട്ടുണ്ടെങ്കിൽ, എത്ര പ്രാവശ്യം പുഞ്ചിരിച്ചിട്ടുണ്ടെങ്കിൽ, എത്ര പ്രാവശ്യം മറ്റുള്ളവരുടെ തോളിൽ കൈയിട്ട് ആശ്വസിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ ചെയ്ത സ്ഥലമാണത്. ദാറ്റ്സ് മൈ റെസിഡൻസ് അല്ലേ? അവിടെ നിന്ന് എന്തിനാ ഞാൻ പോരുന്നത്? എന്നെ എന്തിനാ വലിച്ചെറിയുന്നത്? സിസ്റ്റർ പറയുന്നു സന്യാസം എന്ന് തന്നെ വേണ്ട, ഇനി ഒരാൾ അതിലെ ആ വഴിക്ക് പോകണ്ടെന്ന് പറയുമ്പോ അതവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടതല്ലേ? സ്റ്റോപ്പ് ചെയ്യണ്ട. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നേ, മീൻസ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വേറൊരു ജീവിത അന്തസ്സ് തെരഞ്ഞെടുത്ത് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി അവർക്ക് ഒട്ടും പറ്റില്ല, കോടതി വിധിക്കട്ടെ. ഇനി ഞാൻ കുറ്റക്കാരിയാണ്, കോടതി വിധിക്കട്ടെ. അപ്പൊ ഞാൻ പിന്നെ പിടിച്ചു നിൽക്കൂല, മനസ്സിലായോ? കോടതി വിധിയെ ഞാൻ മാനിക്കും. ഇനി അല്ലെങ്കിൽ അവരതിനുണ്ട് അവരുടെ കൂട്ടത്തിൽ പറ്റുന്നില്ല എങ്കിൽ ഞാൻ ഇനി വേറൊരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് പ്രൊട്ടക്ഷൻ തരണം അവര്. എൻ്റെ ജീവിതം മൊത്തം ഞാൻ സമർപ്പിച്ച ഒരു സ്ഥലമാണ്, മനസ്സിലായോ? ജീവനാംശം ആവശ്യപ്പെടാമോ? വേണല്ലോ, അല്ലാതെ പിന്നെ എങ്ങനെയാ? ഇപ്പൊ എന്നെ കോടതി വിട്ടാലും എന്നെ കോടതിക്ക് എങ്ങനെയാ എന്നോട് വെറുതെ പുറത്തേക്ക് പോകാൻ പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും കോടതി പറയല്ല. കോടതി പറയും ഇവർക്ക് ജീവിക്കാൻ ഒരു കോൺവെന്റ് പണിത് കൊടുക്കുന്നാല്, ഒരു ബിൽഡിങ്, അല്ലെങ്കിൽ ഇവർക്ക് ജീവിക്കാൻ മന്ത്ലി ഇത്ര സാലറി കൊടുക്കുക. പിന്നെ എന്തിനാ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, ഡിവോഴ്സിന് മാത്രം മെയിൻ്റെനൻസ് ഒന്നും പോലെ. ഞങ്ങളും പാർട്ട് ഓഫ് ഇന്ത്യ ആണ്. ഞങ്ങളൊരു കൂടുതൽ ഡെഡിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഒരു ജീവിതശൈലി തിരഞ്ഞെടുത്തോ, ഞങ്ങളുടെ അറിവ് വെച്ച് ഞങ്ങളെ പഠിപ്പിച്ചനുസരിച്ച്. ദാറ്റ് മീൻസ് ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ മക്കളല്ലാതെ വരുന്നില്ല. നിന്നെപ്പോലെ തന്നെ ഞാനും ഒരു സിറ്റിസൺ ഓഫ് ഇന്ത്യ ആണ്. അത് മനസ്സിലാക്കണം. നമ്മൾ ഒരു പ്രത്യേക മതത്തിൽ ജീവിച്ചു വളർന്നു എന്ന് വിചാരിച്ച്, ഒരു പ്രത്യേക അന്തസ്സ് തിരഞ്ഞെടുത്തു എന്ന് വിചാരിച്ച് ഞങ്ങളുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുന്നില്ല. എനിക്ക് എൻ്റെ റൂഫ് അവിടെയാണ്, എൻ്റെ പ്രൊട്ടക്ഷൻ റൂഫ് അവിടെയാണ്. കാരണം ഞാൻ അവിടെയാണ് ജീവിച്ചത്. ദാറ്റ്സ് വൈ ഐ ആം ചലഞ്ചിങ് ദിസ് ഇൻജസ്റ്റിസ്. അല്ലെങ്കിൽ എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്തിനാ പിന്നെ അവിടെ നിൽക്കുന്നത്, പിന്നെ അവിടെ നിൽക്കുന്നത്. പിന്നെ ഞാൻ ആരുടെ നിൻ്റെ വീട്ടിൽ വരണോ, എപ്പോഴാണ് വരണ്ടേന്ന് പറയാൻ വരാം, ഫോർ ഫുൾ സ്റ്റേ. അപ്പം ഞാൻ പറയുന്നത്, എന്നോട് ചോദിക്കുന്നവർ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്, സന്യാസം എന്ന് പറയുന്നത് ആ അന്തസ്സ് ഇനി അങ്ങനത്തെ ഇത്തരത്തിലുള്ളൊരു അന്തസ്സ് കൊണ്ട് ഒരു ഗുണം പ്രത്യേകമായിട്ട് കാണാനില്ല. അതിനകത്ത് നമ്മൾ കണ്ടുവരുന്നത് ഇതുപോലുള്ള കൊലപാതകങ്ങളും കുറേയധികം മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് മനസ്സിലാക്കി കഴിയുമ്പോൾ എൻ്റെ ഒരു ധർമ്മമാണ് ഒരു പുതിയ ജനറേഷനോട് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ പകർന്നു കൊടുക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെയും സമൂഹത്തോട് ഒരു അനീതി കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എന്ന് വിചാരിച്ചുള്ളവരല്ല ഇപ്പൊ അവിടെ വിട്ട് എല്ലാവരും പോകാന്നല്ല. പറയുന്നു ഒരു ഗുണവും എനിക്ക് തരുന്നില്ല, അല്ലെങ്കിൽ ഒരു ഗുണവും ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാ സിസ്റ്റർ നമ്മൾ അതിലേക്ക് പോകുന്നത്? നമുക്കത് വിട്ട് വേറൊരു ലൈഫ് നമുക്ക് ഇനിയും മുന്നോട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ അതിലെന്ത് ഒരു ഗുണവും ഇല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ എന്തിനാണ്? നമ്മളോടൊരു ഇൻജസ്റ്റിസ് ചെയ്താൽ നമ്മൾ അതിനെ ചോദിക്കണം. അത് വേണം, തീർച്ചയായും. ആ ചോദ്യത്തിന്റെ ഭാഗമാണിത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ, അതിനെ കൂടുതൽ ഇല്ല. ആ ചോദ്യത്തിന്റെ ഭാഗമാണിത്. ഇൻജസ്റ്റിസ് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഭർത്താവ് ഇദ്ദേഹത്തെ ഇൻജസ്റ്റിസ് ആയിട്ട് മോൾക്ക് തോന്നുവാണ്, സ്ട്രീറ്റഡ് ആണെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു, ഈസിയാണ്. എനിക്കത് വേണ്ട. ആകെ രണ്ട്, പക്ഷെ ഒരു കുഞ്ഞും മാത്രമുള്ള വീട്ടിൽ നിന്ന് ഇറ്റ്സ് ഈസി. ബിക്കോസ് നിങ്ങൾക്ക് എന്തൊക്കെയോ ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ആ സിസ്റ്റർ പറഞ്ഞു ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങളുടെ ലൈഫ് ഫുൾ അവിടെ. നമുക്ക് നമ്മളില്ലേ സിസ്റ്ററെ? ഇല്ല, ചോദ്യം ഏതാണ്? നമുക്ക് എനിക്ക് ഞാനില്ലേ? ഇൻജസ്റ്റിസിനെയാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ്സ് മൈ ഡ്യൂട്ടി. അത് നമ്മൾ ചോദ്യം ചെയ്യണം. ഞാൻ ചോദിക്കുന്നത് ചോദ്യം ചെയ്യണ്ട, അല്ലാതെ പോരണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ വേണ്ടാത്ത, നമ്മളെ വേണ്ടാത്ത, നമ്മൾക്ക് വേണ്ടാത്തൊരു സ്ഥലം. ഞാൻ പറയട്ടെ,
ഇപ്പം നമ്മളെ വേണ്ടാത്ത ഒരാളെ നമ്മളെ എല്ലാവർക്കും അത് അവിടെ തന്നെ, മോൾക്ക് കുറച്ചുകൂടി ധൈര്യമുണ്ട്, മോൾ ആ വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് ചലഞ്ച് ചെയ്യും. മോൾക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ട് മോളെ പുറത്തോട്ട് പോയി ചലഞ്ച് ചെയ്യുന്നേ. എനിക്ക് അവിടെ തന്നെ നിന്ന് ചലഞ്ച് ചെയ്യാനുള്ള ആത്മധൈര്യമുണ്ട്. റീസൺ വരട്ടെ, ഐ എം നോട്ട് സ്യൂട്ടബിൾ ആണെങ്കിൽ അവരെൻ്റെ മേൽ ആരോപിച്ച തെറ്റുകൾ ആരോപിച്ചിട്ടാണ് എന്നെ പുറത്താക്കുന്നത്. ദാറ്റ് ഐ ഷുഡ് ബി ചലഞ്ച്ഡ്. ഞാൻ ചലഞ്ച് ചെയ്യണം, അല്ലെ എൻ്റെ എക്സിസ്റ്റൻസ് ഇല്ല, സീറോ. ഇപ്പം ഞാൻ ചെയ്ത തെറ്റുകൾ കോടതി മുമ്പായി തെളിയിക്കട്ടെ, അതിനു വേണ്ടിയിട്ട് ഞാൻ കോടതി പോയേക്കുന്നത്. കോടതി പറയുകയാണ് ഞാൻ ഈ തെറ്റുകളൊക്കെ ചെയ്ത സിസ്റ്റർ കോൺവെന്റ് തുടരാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നു. മനസ്സിലായോ? അപ്പം നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മളെ എവിടുന്നെങ്കിലും ത്രോൺ ഔട്ട് ചെയ്താൽ നമ്മൾ ഉടനെ നമുക്കും ഇഷ്ടമില്ല. നമുക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. നമുക്കിഷ്ടമുണ്ടോയെന്ന് ചോദിച്ചാൽ അന്യായമായിട്ട് നമ്മളെ കുറ്റാരോപിതരാക്കിയിട്ട് നമ്മളെ ത്രോൺ ഔട്ട് ചെയ്താൽ നമ്മൾ വേറെ സ്ഥലത്ത് നിന്നിട്ടല്ല, നമ്മളിവിടെ ശരിയാണെങ്കിൽ നമ്മളിവിടെ തന്നെ നിൽക്കണം. അതാണ് എൻ്റെ പോളിസി. അതിനെ പിന്നെ എനിക്ക് വേറെ രീതിയിൽ ചിന്തിക്കാൻ പറ്റില്ല. ആ ഇൻജസ്റ്റിസിന് വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ നിന്ന് തന്നെ എല്ലാ സാഹചര്യങ്ങളെയും നമുക്ക് ഒരേപോലെ കാണാൻ പറ്റില്ല. അതൊരു കാര്യമാണ്. എൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ തന്നെ നിന്ന് അതിനെ ചലഞ്ച് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് വാല്യൂബിൾ ഫോർ മീ. അതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഭാവസ്ത്രം എന്ന് പറയുന്നത്. സിസ്റ്റർ അതിനെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. ജീവിത ശൈലിയിലേക്ക് തന്നെ അതിൽ മാറ്റം കൊണ്ടുവരുന്നുണ്ട്. ആ സഭാവസ്ത്രം തന്നെ അല്ലേ? ഇപ്പൊ നമ്മൾ മുന്നിലിരിക്കുമ്പോൾ എന്റെ മുന്നിലിരിക്കുന്നത് ഞാൻ കാണുന്ന സഭാവസ്ത്രം അണിഞ്ഞ കന്യാസ്ത്രീ അല്ല എന്റെ മുന്നിലിരിക്കുന്നത്. അപ്പം അതിലൊക്കെ മാറ്റം കൊണ്ടുവരുമ്പോൾ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഒരുപക്ഷെ സിസ്റ്റർ അതിനെ കാണുന്നത് തിരിച്ചുള്ള പ്രതിഷേധമായിട്ടോ അല്ലെങ്കിൽ രേഖപ്പെടുത്തലായിട്ടോ ഒക്കെ ആയിരിക്കാം. എനിക്കത് എങ്ങനെയാണ് സിസ്റ്റർ അതിനെ വസ്ത്രധാരണത്തെ ഡിഫൈൻ ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ അവരൊരു ഒരു ക്രൈറ്റീരിയ കൊണ്ടുവന്നിട്ടുണ്ടാവുമല്ലോ, ഇല്ലേ? അങ്ങനെ ഇന്നതായിരിക്കണം ഒരു കന്യാസ്ത്രീയുടെ വസ്ത്രധാരണം, എങ്ങനെയായിരിക്കണം, പെരുമാറ്റം എങ്ങനെയായിരിക്കണം, കന്യാസ്ത്രീ നടക്കേണ്ടത് എങ്ങനെയാണ്, ഇരിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടായിരിക്കുമല്ലോ നിങ്ങളെ കൊണ്ടുവരുന്നത്. അവിടുന്ന് ഈ വസ്ത്രധാരണം ഇത്ര വലിയൊരു ഇതിലേക്ക് മാറി അവിടെ തന്നെ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നു. എങ്ങനെ അത് സാധ്യമാകുന്നു? അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോഴേ നമുക്ക് ഇത് എന്താണ് എന്ന്. ഇപ്പം ഫ്രാങ്കോ ബിഷപ്പ് സിസ്റ്ററിനെ ബലാത്സംഗം ചെയ്ത് ലൈംഗികമായി ചൂഷണം ചെയ്ത് സിസ്റ്ററിൻ്റെ ഹാബിറ്റിനുള്ളിൽ സിസ്റ്റർ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തായാലും അങ്ങനെയൊക്കെ സാഹചര്യങ്ങളിലാണല്ലോ. അപ്പം ഈ പുരോഹിതന്മാർ തന്നെ അവർ ആ ഉള്ളി കുർബാനയുടെ സമയത്ത് മാത്രമാണ് ആ വസ്ത്രം ധരിക്കുന്നത്. ഈ വസ്ത്രം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള വസ്ത്രം എന്ന് പറയുന്നതല്ല ഒരു കോമൺ ഇരുന്നോട്ടെ. പക്ഷെ ഒരാൾക്കൊരു സാങ്കേതിക അസുഖങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിപരമായ തടസ്സങ്ങൾ കൊണ്ട് അതൊക്കെ അനുവദനീയമാണ് മാറാൻ. അങ്ങനെ ഒരു ആനുകൂല്യമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മാത്രമല്ല എനിക്ക് ചൂട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ഇന്നലെ എനിക്ക് ഈ വസ്ത്രങ്ങളെല്ലാം കൂടെ ധരിച്ചിട്ട് എനിക്ക് കോടതിയുടെ വസ്ത്രവും സന്യാസവും തലയിലെല്ലാം ഇട്ടിട്ട് എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിപ്പോയി. അപ്പോൾ കുറച്ച് ഫ്രീ ആയിരുന്നു. നമ്മൾ മറ്റേ ഡ്രസ്സായിരുന്നേ കുറച്ചുകൂടെ പകുതി ബേർഡൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് നമ്മുടെ ഒരു പ്രവർത്തനത്തിന് അനുകൂലമായ അപ്പം പള്ളിയിൽ ധരിക്കണം. ഞാൻ ഇതുവരെ പള്ളിയിൽ ധരിക്കാതെ പോയിട്ടില്ല. അത്രയും മതി. ബാക്കി സമയത്ത് നമ്മൾ, കാരണം അങ്ങനത്തെ ഒരു അന്തസ്സാണിത്. ഇത് ഫുൾ ടൈം വേറൊരു അന്തസ്സൊന്നും അല്ല. ഈ ജീവിത അന്തസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് പൊതുവായി ഒരു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത്, ദൈവത്തെ മാത്രം പ്രാർത്ഥിച്ച് അകത്ത് ഈ ഉടുപ്പ് ഇട്ടിരിക്കണം. ഇതങ്ങനെയല്ലല്ലോ. എല്ലാ പരിപാടിക്കും പോകുന്നില്ലേ? എല്ലാവരുടെ പോക്കറ്റിലും ഇല്ലേ ഇപ്പം എല്ലാ ആനുകൂല്യങ്ങളും, എല്ലാ മഠങ്ങളും വെൽ ഫർണിഷ്ഡ്, എല്ലാ കാര്യങ്ങളും അങ്ങനെ ആഗ്രഹിക്കുക. എന്നിട്ട് ഈ ഡ്രസ്സിന് മാത്രം അവർക്ക് ഒരു ആശ്വാസം തോന്നുന്ന ഡ്രസ്സ് മാത്രം ധരിക്കാൻ പറ്റില്ല. അത് കുറച്ച് പേർക്ക് ധരിക്കാൻ പറ്റും. അപ്പം ഇന്നലെ കണ്ട് ഡൽഹി നോർത്ത് ഇന്ത്യയിൽ എവിടെ ഒരു സിസ്റ്ററിന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. ട്രെയിനിനടിയിൽ പോയി, പാവം, പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ. അപ്പോൾ അവർ എടുക്കുന്ന ഒരു ഫോട്ടോ ഞാൻ കണ്ടു. അവർ ചുരിദാറില്ല, മീൻസ് അത് വെച്ച് പറയുന്നതല്ല, ഞാൻ കണ്ടുകൊണ്ട് ഞാൻ പറയുക ഇങ്ങനൊരു വസ്ത്രധാരണ ഇതൊന്നും ഇതിനുള്ളിൽ ഇതെന്നും ധരിച്ചുകൊണ്ടിരിക്കുന്ന ചിലർക്ക് അതിനോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അല്ലാതെ ഒരു സൗകര്യത്തിന് എന്തെങ്കിലും കാരണം കൊണ്ടോ പേഴ്സണലായിട്ട് ആരോഗ്യത്തിന് വേണ്ടിയിട്ടോ മാറ്റാനുള്ള പെർമിഷൻ കൊടുക്കണം. അങ്ങനെ പല കോൺട്രിബ്യൂഷൻസും കൊടുക്കുന്നുമുണ്ട്. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം വേണമല്ലോ. ക്ലൈമറ്റ് തന്നെ എന്തായാലും മാറിയിരിക്കുന്നു. ഇത് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്
ഇതിനോട് ഇതാണ് ഇതിന്റെ അപ്പൊ ഫോർമാറ്റ്. ഇങ്ങനെയുള്ള ഈ ഒരു ഫോർമാറ്റിലൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് എന്താ തോന്നുന്നത്? അവിടെ അഭിപ്രായം പറയാറുണ്ടോ സിസ്റ്റർ അടുത്ത്? ഇതൊക്കെ ആദ്യ കാലത്തല്ലേ. അല്ല എന്നാലും ഉണ്ടായിട്ടുണ്ടോ അത്? എന്നെ എൻ്റെ വൈറ്റ് ഡ്രസ്സ് മറ്റേ ഡ്രസ്സ് കാണുന്നതാണ് കാണാൻ ഭംഗിയെന്ന് എല്ലാവരും പറയാറുണ്ട്. പിന്നെ ഇപ്പൊ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. ആദ്യമൊക്കെ എൻ്റെ പള്ളിയിലുള്ള ആൾക്കാർക്ക് വലിയൊരു സിസ്റ്റർ ഇങ്ങനെ വേണ്ട എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, ഉടുപ്പിട്ടാൽ മതി. കാരണം ആ ജനങ്ങളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരെല്ലാം അങ്ങനെ മാത്രം കണ്ടു വളർന്നേക്കുന്നവര്. സിസ്റ്ററും ഒരു പ്രായത്തിൽ ആ വസ്ത്രത്തെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരാളായിരിക്കും, ആളാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഈ പറഞ്ഞ പോലെ ആ വസ്ത്രത്തോടൊരു ഒരു ഇഷ്ടം തോന്നി, ആകർഷണം തോന്നി എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ആ പ്രായം അതാണല്ലോ, നമ്മള് ഒരു പ്രായം. അത് കഴിഞ്ഞ് പക്ഷെ ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അന്നേ അവിടുത്തെ സുപ്പീരിയേഴ്സിനോട് പറയുമായിരുന്നു, നമുക്കൊരു ചേഞ്ച് ഉണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് മെമ്പർ ഞാനായിരിക്കും ചേഞ്ച് ഇതിലേക്ക്. അന്നേ പറയുന്ന ആളാ. ചേഞ്ച് എന്തായാലും കൊണ്ടുവന്നു. ആരും കൊണ്ടുവരുന്നില്ല, ഞാനായിട്ട് കൊണ്ടുവന്നു. പക്ഷെ വേറെ കോൺഗ്രിഗേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, മാറി ധരിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ പാൻറ് ഷർട്ട് ഇടുന്നവരുണ്ടോന്ന് എനിക്കറിയത്തില്ല. ആ ധൈര്യം ചിലപ്പോൾ എനിക്ക് കാണുന്നത്. പിന്നെ ഇതെല്ലാം ഇത്രയേ ഉള്ളൂ. എന്തൊരു ഫ്രീ ആണ് നമുക്ക്, എന്തൊരു കംഫർട്ടാ. ചൂടായതുകൊണ്ട് അല്ല, മറ്റേ വസ്ത്രത്തിൻ്റെ അടിയിൽ തല ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ കോളേജിൽ പഠിക്കാൻ നേരത്തെ ഇച്ചിരി വളർത്തിയായിരുന്നു. പിന്നെ ഭയങ്കര ചൂട് വലിയൊരു. പൊതുവെ നിങ്ങൾക്ക് മുടിയൊക്കെ വളർത്താനുള്ള ഒരു ഇതുണ്ടോ? എല്ലാവർക്കും മുടിയുണ്ട്. മൊത്തം പാടില്ലെങ്കിൽ എല്ലാവരും മുടി വളർത്തിയ. ചൂടിന്റെ ബുദ്ധിമുട്ടുള്ള ഞാൻ അങ്ങനെ വളരെ റെയറസ്റ്റ് ഓഫ് ആൾക്കാർ മാത്രമേ അതിന്റെ അടിയിലും തലമുടി കട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാവരും വളർത്തി വലുതാക്കി ഇട്ടഴിച്ച് കാണും. അപ്പം ഈ ലൗകികമായ അത്തരം സ്ത്രീകൾക്ക് ഇഷ്ടമാണ്. ഈ ലോകത്തല്ലേ അവര് ജീവിക്കുന്നത്, ഈ ലോകത്തിന്റെ മാതാപിതാക്കളിൽ ഉണ്ടായ കുഞ്ഞുങ്ങളല്ലേ അവര് എന്നോന്നായി അലൗകികതയിലേക്ക് പോകുന്നേ. അതൊക്കെ ഇപ്പൊ ഏതോ ഒരു കാലഘട്ടത്തൊന്നും ഇല്ലാതിരുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മൾ അല്ലെങ്കിൽ അവരതിനകത്ത് ഇരിക്കുന്നവരായിരിക്കണം. എന്താണ് ശരിക്കും പറഞ്ഞ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എന്താ? അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ഒരു കള്ളനാണയമാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല ഞാൻ പറയുന്നത്. സ്പിരിച്വാലിറ്റിയുടെ ഡെഫിനിഷൻ മാറണമെന്നേ ഉള്ളൂ. നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന ഡെഫിനിഷൻ അല്ല ശരിക്കും. ഒരാൾ മറ്റൊരാൾക്ക് ഒരു പുണ്യമായി മാറുമ്പോഴാണ് അവിടെയാണ് സ്പിരിച്വാലിറ്റി ഉണ്ടാകുന്നത്. അവിടെയാണ് ഈ പറയുന്നത്. അതിപ്പോ ഒരു കളക്ടർക്ക് ചെയ്യാം, ഒരു പ്രൈം മിനിസ്റ്റർ ഇങ്ങനെ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി വെക്കേണ്ടതില്ല സ്പിരിച്വാലിറ്റി. ഉറപ്പായിട്ടും പറയുന്നില്ലേ, അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയി വന്നതാ, കാലാകാലങ്ങൾ കൊണ്ട് ഇങ്ങനെ രൂപപ്പെട്ട് വന്നതാണ്. ഈവൻ ബിഷപ്പ് പ്രീസ്റ്റ്ഹുഡ് വരെ ഫാമിലിയിൽ നിന്ന് വിവാഹം കഴിക്കുന്നവരെന്നെ സെലക്ട് ചെയ്യപ്പെടുന്നവരായിരുന്നല്ലോ നമ്മുടെ ഈ പറഞ്ഞ വരെ. അതെ, ഈ മറ്റു സഭകളിലും ഉണ്ടല്ലോ, എല്ലാ സഭകളും ഒരുപോലെയല്ല. കത്തോലിക്ക സഭയിലാണ് കൂടുതലും ഈ വിവാഹം എന്ന് പറയുന്ന ഉടമ്പടി ഇല്ലാതെ സന്യാസ ജീവിതത്തിലേക്ക് പോകുന്നത്. മറ്റു സഭകളിലൊക്കെ വിവാഹ ജീവിതവും കൂടി അനുവദനീയമായ രീതിയുണ്ട്. അപ്പം ആ രീതിയിലും നമുക്ക് ഈ പറയുന്ന സ്പിരിച്വാലിറ്റിയിലേക്ക് പോകാമെന്ന് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഭ മാത്രമാണ് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ മാത്രമാണ് ഈ രീതിയിൽ പോകുന്നത്. അപ്പൊ അതിനെയൊക്കെ ചോദ്യം ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മൾ അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ മനുഷ്യനായിട്ട് ജീവിക്കുക, അതാണ് ഏറ്റവും നല്ലത്. അത് രക്ഷപ്പെടൽ ഉത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പൊ ഈ ലോവ ഇടുന്നവരും അല്ലാത്തവരും അടിസ്ഥാനപരമായി മനുഷ്യനാണല്ലോ. അതിന്റെ മേലേ ഉള്ളൂ എന്തെങ്കിലും ചേർത്തുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ യാക്കോബൈറ്റ്സ് ആണെങ്കിലും ഓർത്തഡോക്സ് ആണെങ്കിലും കാത്തലിക്സ് ആണെങ്കിലും അവർ മനുഷ്യരാണ്. അപ്പോൾ പ്രധാന അത്ര സിമ്പിളാണ് ഈ സ്പിരിച്വാലിറ്റിയുടെയും ഈ ലൈഫ് സ്റ്റൈലിൻ്റെ ഒക്കെ ഡെഫിനിഷൻ. ഫസ്റ്റ് ബിക്കം എ മാൻ. അതിനെ കളഞ്ഞിട്ട്, ആ മനുഷ്യത്വത്തെ കളഞ്ഞിട്ട് വേറെ എന്തൊക്കെയോ ആവാഹിച്ചെടുത്തിട്ട് യാന്ത്രികമായി നടക്കുന്നതുകൊണ്ട് ഒരർത്ഥമില്ല. ലെറ്റ് ദം ബി ഹ്യൂമൻ ഫസ്റ്റ്. സഭയിൽ എപ്പോഴും ഒരു നിഷേധിയായിട്ടാണോ സിസ്റ്ററിനെ കാണുന്നത്? തീർച്ചയായും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലെ? ഈ നിഷേധി എന്ത് ചെയ്യാം, ഇവരെ എങ്ങനെ ഒന്ന് നിയന്ത്രണത്തിൽ കൊണ്ടുവരാന്ന് അവര് ചിന്തിക്കാതെ ഉണ്ടാവില്ലല്ലോ. ആണല്ലേ? ഞാൻ ഈ കാണിക്കുന്ന ബഹളമൊന്നും എന്നല്ല, ഞാൻ ഭയങ്കര പഞ്ചഭാവാണ്. ഞാൻ കാര്യങ്ങൾ പറയും, അത്രേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അവസരം കിട്ടുന്നത് കൊണ്ട് കിട്ടുന്നിടത്ത് നമ്മൾ പറയുക. അതിനു മുമ്പ് നമുക്ക് ആകെപ്പാടെയുണ്ട് കുട്ടികളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക കിട്ടുന്ന സാഹചര്യങ്ങളിലൊക്കെ. മാത്തമാറ്റിക്സ് ആയതുകൊണ്ട് അധികം സമയം കിട്ടത്തില്ല, എന്നാലും പിന്നെ പ്രവൃത്തി കൊണ്ട് കുറേ ചെയ്യുക. അത്രയൊക്കെ ആയിട്ടായിരുന്നു അത്രയും ഉണ്ടായിരുന്നുള്ള സ്ഥലം. ആ സ്ഥലം നമുക്ക്
നമ്മൾ ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റിന് വന്നതുകൊണ്ട് തലം കുറച്ചും കൂടി വലുതായി. അപ്പോൾ നമ്മുടെ മെയിൻ ഇപ്പം നമ്മൾ ശ്രമിക്കുന്ന ഒരു സോഷ്യലി എഡ്യൂക്കേറ്റ് ചെയ്യാനാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ തോന്നും വലിയ ഫലമൊന്നും ഇല്ലയെന്ന്. എന്നാലും നമുക്കുണ്ടാവുന്ന വിധം, എന്നാലും നമ്മളിങ്ങനെ നടക്കുന്നത് തന്നെ, അതായത് ഒരു ചലഞ്ചിങ് ആയിട്ട് നടക്കുന്നത് തന്നെ ഒരു സോഷ്യൽ എഡ്യൂക്കേഷൻ ആണല്ലോ. സിസ്റ്റർ, ഈ ഫ്രാങ്കോ കേസിൽ ഈ പ്രധാന സാക്ഷികൾ പലരും അവസാനം കൂറുമാറുകയും പറഞ്ഞ ആരോപണങ്ങളെ ഒന്നും തെളിയിക്കാൻ പറ്റുന്ന എവിഡൻസുകൾ ഇല്ലാതാവുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നത്. അപ്പൊ സിസ്റ്റർ എന്താണ് കരുതുന്നത്? ഇപ്പൊ നിയമം കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ, അപ്പോഴൊക്കെ ഈ ഒരു സംഭവം മനസ്സിലുണ്ടാവുമല്ലോ. ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കുന്ന സമയത്തും നമ്മുടെ ഉള്ളിൽ നമ്മൾ കടന്നു പോകുന്നതും നമ്മൾ അറിയുന്നതുമായ കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ ആ ലോയൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവുക. അപ്പൊ ആ ഒരു പരിമിതമായ അറിവിൽ എങ്ങനെയായിരിക്കും അയാൾ ഇത്രയും വലിയൊരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളെ വളരെ ഈസി ആയിട്ട് കുറ്റവിമുക്തരാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയിട്ടുണ്ടെന്ന് സിസ്റ്റർ കരുതുന്നത് എങ്ങനെയാണ്? ഞാൻ മനസ്സിലാക്കിയത്, ഓർഡേഴ്സ് ഒക്കെ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് അവിടെ സിസ്റ്ററിന്റെ മ്യൂച്വൽ കൺസെന്റോട് കൂടിയിട്ടുള്ള ഒരു ലൈംഗികതയാണ് നടന്നിട്ടുള്ളത് എന്നാണ് അവർ സ്ഥാപിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ ഇയർ ബാക്ക് കംപ്ലൈൻറ്റ്, പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ ടെക്നിക്കൽ ഇഷ്യൂസ്, ഡേറ്റ് ചേഞ്ചിങ്സ്, അങ്ങനെയൊക്കെയുള്ള അതൊക്കെയാണ് അവരുടെ അഡ്വക്കേറ്റ് കൊണ്ടുവന്ന സമർത്ഥമായ കാര്യങ്ങൾ കാണിച്ചിരിക്കുന്നു. പിന്നെ സിസ്റ്ററിൻ്റെ ഭാഗത്തിന് പ്രോസിക്യൂഷൻ കാര്യം കുറേ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തിയെങ്കിലും അവർ ജയിക്കണമെങ്കിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിട്ടുണ്ട്. അതാണ് അവിടെ നടക്കുന്നത്. എന്നുവെച്ചാൽ ഒന്ന് ഡിമാൻഡ് ചെയ്യുന്നത് അവർ പറയുന്നത് ഇതെല്ലാം സ്ഥാപിച്ച് അവരെടുത്തു. വല്ലാതെ സിസ്റ്ററിനെ പെയിൻ ചെയ്ത് ഈ ട്രയലിൻ്റെയൊക്കെ സമയത്ത് കണ്ടമാനം കുറച്ച് ദിവസങ്ങൾ നീണ്ടിരുന്നു സിസ്റ്ററിന്റെ ട്രയൽ. സ്വാഭാവികമാണ് ഈ കോടതി നടപടിക്രമങ്ങളിൽ പലപ്പോഴും അങ്ങനെ ട്രയലിൽ നമ്മൾ ആ ഘട്ടം കഴിഞ്ഞു പോകേണ്ടത് തന്നെയുണ്ട്. ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു കോടതിയിൽ നിന്നുള്ള ഒരു അനുഭവം എങ്ങനെയായിരുന്നു, പറഞ്ഞിട്ടുണ്ടോ? അതെല്ലാം തീർത്തും വേദനാജനകമല്ലേ. മീൻസ് ഈ ട്രയൽ എന്ന് പറയുന്ന എതിർഭാഗം വക്കീൽ ഇവരെ വല്ലാതെ മാനസികമായിട്ട് കഷ്ടപ്പെടുത്തുന്ന ഒന്നാമത് ഇതാണല്ലോ വിഷയം, വെരി പേഴ്സണൽ ഇഷ്യൂ ആണല്ലോ, ഒരു തല്ല് കിട്ടുന്ന പോലത്തെ അല്ലല്ലോ. അപ്പോൾ നമുക്ക് ഭയങ്കര, അതുകൊണ്ടാണ് സിസ്റ്ററിൻ്റെ വിധി വന്നു കഴിഞ്ഞപ്പം സിസ്റ്ററിൻ്റെ ഉള്ളിൽ നിന്നും പറഞ്ഞത് ഇനി 13 300 പ്രാവശ്യം ബലാത്സംഗം ചെയ്യപ്പെട്ടാൽ ഒരു പരാതിയായിട്ട് പോകരുത്, നിസ്സഹായമായി പറഞ്ഞു പോയതാണ്. കാരണം അത്ര പ്രോസസ്സായത്, അത്ര പെയിൻഫുൾ പ്രോസസ്സായത്. ഇതിൻ്റെ പല ഘട്ടങ്ങളില്ലേ. ഇതിപ്പോൾ ട്രയൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് എക്സാമിനേഷൻ്റെ സമയത്ത് കണ്ടമാനം നിന്ദിക്കുന്ന ചോദ്യങ്ങളിലൂടെയാണ് കടത്തിവിടുന്നത്. അങ്ങനെ പാടില്ലെന്നാണ്, പക്ഷേ ഇതൊക്കെ നടന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത് ഒത്തിരി കരയുകയും വിഷമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഇത്. പിന്നെ പ്രോസിക്യൂഷൻ്റെ ഭാഗം തെളിവ് കുറഞ്ഞു പോകുമ്പോഴാണ് കോടതിക്ക് ഇത് മറ്റവരുടെ വാദം സ്വീകരിക്കേണ്ടി വരുന്നത്. അവർ ശക്തമാകുമ്പം എന്നെ അതിശയിപ്പിച്ചത് ഒരു പ്രോസിക്യൂട്ടറെ കിട്ടാൻ പോലും വളരെ ബുദ്ധിമുട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പീലിന് പോകാൻ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു സഹായം സിസ്റ്റർക്ക് ഏതെങ്കിലും തരത്തിൽ അവിടെ കൊടുക്കാൻ പറ്റിയിരുന്നില്ലേ? എന്താ സംഭവിച്ചത്? നമുക്ക് അവരുടെ കേസുമായിട്ട് നമ്മൾ നേരിട്ട് കണക്ഷൻ ഉണ്ട്. അവർക്ക് വേറെ ആൾക്കാരാണ് കേസിന്റെ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി വേറെ ആൾക്കാരുണ്ട്, ഞാൻ പറഞ്ഞില്ല. അപ്പൊ നമ്മൾ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ആരും ഇല്ലാതെ വരുമ്പോഴാണല്ലോ നമ്മളാണ് അതിനെക്കുറിച്ച് കേസ് എടുത്തിട്ടില്ലെന്നറിയാം. ഹൈക്കോടതിയിൽ വന്നാൽ ഒരു അപ്പീൽ എടുക്കണേ കുറേ വർഷങ്ങളെടുക്കും. പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീ ഇങ്ങനെയൊക്കെയുള്ള കേസുകളിൽ അപ്പീലൊക്കെ പെട്ടെന്ന് എടുത്തു പോകേണ്ടതാണ് സത്യത്തില്. കാരണം ഇപ്പൊ അവര് സ്പീഡ് വേണമെന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് ഇനി എടുക്കുമായിരിക്കും ചിലപ്പം, അറിയത്തില്ല. അങ്ങനെയൊക്കെ കുറെ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളും ഉണ്ട്. നിയമം പഠിച്ച ഒരാളെന്ന നിലയിൽ ഇനി മുന്നോട്ടുള്ള സ്റ്റെപ്പ് വെക്കുമ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടാവുമല്ലോ മനസ്സിൽ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും സിസ്റ്ററിനോടൊപ്പം ഉണ്ടാവും. പിന്നെ സീനിയേഴ്സ് അഡ്വക്കേറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കും വേണമെങ്കിൽ അവരുടെ കൂടെ കൂടാമല്ലോ, ജൂനിയർ അഡ്വക്കേറ്റ് ആയിട്ട് വക്കാലത്തൊക്കെ ഇടാം. അപ്പൊ എവിടെയാണോ അവരുടെ സഹായം, നമ്മുടെ സഹായം അവർക്ക് ആവശ്യം വരുന്നത്, തീർച്ചയായിട്ടും അവരോടൊപ്പം സുപ്രീം കോർട്ട് വരെ പോകാൻ ഞാൻ തയ്യാറാണ്. ഈ സിസ്റ്റർ അനുപമയുടെ ഒരു അഭിമുഖം പുറത്തു വന്നിരുന്നു.
അതില് സിസ്റ്റർ ഒരു ചെറിയൊരു വാക്ക് പറയുന്നുണ്ട്, അന്ന് സെറ്റിൽമെന്റ് ചെയ്തിരുന്നെങ്കിൽ പരാതിയുമായി പോവില്ലായിരുന്നു എന്നൊരു വാക്ക് പറയുന്നുണ്ട്. സിസ്റ്റർ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. അത്തരം പരാമർശങ്ങൾ അടങ്ങിയ ഒരു അഭിമുഖമാണെന്ന് കോടതിയിൽ ഏറ്റവും അധികം ചലഞ്ച് ചെയ്യപ്പെട്ടത് എന്നാണ് രാമൻപിള്ള ഇതിനു ശേഷം മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞു. നിങ്ങളിൽ തന്നെയുള്ള ഒരാൾ അഭിമുഖം എടുത്തത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ തെളിവായി വന്നത് എന്നുള്ളത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെയുള്ള നാക്കുപിഴ? ഈ പറഞ്ഞ എനിക്ക് മനസ്സിലാകും, ഈ ഒരു സാഹചര്യത്തിൽ വന്ന ആള് എന്ന നിലയിൽ ചിലപ്പോൾ അതിനെയൊക്കെ പറഞ്ഞു വെക്കാൻ പറ്റിയതിന്റെ ഒരു നാക്കുപിഴ വന്നിട്ടുണ്ടാവുമായിരിക്കാം. അതിന്റെ കാരണം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഇവരോട് നമ്മൾ കേസുമായിട്ട് പോയി കഴിയുമ്പോൾ ഇവർക്ക് ഉണ്ടാകാൻ പോകുന്ന ദുരിതങ്ങൾ എണ്ണി ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കംപ്ലൈന്റ് പോകുന്നോടം വരെയുള്ള 2016 മുതൽ 2018 വരെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു കംപ്ലൈൻറ്റും കൂടെ പറഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അതുങ്ങളെ കൊണ്ട് ആവുന്ന ഒരു കാര്യമാണ് ഈ പരസ്പരം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന്. കാരണം ഇവർക്ക് ഇതൊന്നും അറിയത്തില്ല സത്യത്തിൽ. എന്താണ് കേസ്, എന്താണ് ഇത് പോയാൽ പ്രശ്നം, പോയില്ല എന്താ പ്രശ്നം, കുറേ ബുദ്ധിമുട്ടുകൾ ഇതിനകത്തുനിന്ന് ഉണ്ടാകുമെന്ന് മാത്രമേ ഇവർക്കറിയാം. ഒരു ബിഷപ്പിനെതിരെ ഒരു കേസ് പോയാൽ പിന്നെ എന്തെല്ലാം ഉണ്ടാകുമെന്ന് ഇവർ ഓർത്തിട്ടുണ്ടാവും. അല്ല ആരെങ്കിലും ഇങ്ങനെ എവിടെന്നെങ്കിലും മനസ്സിലാക്കി എടുത്തിട്ടുണ്ടാവും. ആ സാധനം ഒഴിവാക്കാനാണ് ഈ പാവങ്ങൾ ആ വാക്ക് ഉപയോഗിച്ചത്. അല്ലാണ്ട് ഇവർക്ക് യഥാർത്ഥത്തിൽ അത് സെറ്റിൽമെന്റ് ആയിട്ട് പോകാവുന്ന ഒരു കേസാണോ അറിയത്തില്ല. അത്രേ ഉള്ളൂ. അജ്ഞതയാണ് ഇതിനൊക്കെ. അങ്ങനെയൊക്കെ അവരെ കൊണ്ട് ഇന്നസെന്റ് അജ്ഞത. പക്ഷെ അത് കോടതിയുടെ മുമ്പിൽ വേറൊരു ആരോപണമുണ്ട് സിസ്റ്റർ. അതായത് സാമ്പത്തികമായി സഹായം ഇല്ലാതായപ്പോഴാണ് ഈ പരാതി പുറത്തേക്ക് വന്നത് എന്നുള്ളൊരു ആരോപണം. വെറുതെ എന്തെല്ലാം ഉണ്ടാക്കി പറയും. ഇപ്പൊ എന്നെ കൊണ്ട് തന്നെ എന്തൊക്കെയോ കഥ പറയും. ഇപ്പൊ ഇന്നലത്തെ എൻറോൾമെന്റ് തന്നെ ഇല്ലാത്തതൊക്കെ വേണം എന്തെല്ലാം പറയും. ഇപ്പൊ തന്നെ ആരോ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിയിലെ കമന്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ അവിടെ കിടക്കേണ്ട ആളവിടെ ഒന്നും ഇരിക്കേണ്ടതല്ല. അമ്മതിരി വൃത്തിയിട്ട് കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടല്ലേ? ഞാൻ ജസ്റ്റ് ഇന്ന് ആരെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. ജസ്റ്റ് അങ്ങനെ നോക്കാറില്ല. ഞാൻ വയ്യാതെ കിടന്നപ്പോ വെറുതെ ഒന്ന് എടുത്തു നോക്കിയതാ. അപ്പൊ ഒരു കാര്യത്തില് നമ്മുടെ കേരളം 100% ലിറ്ററസി ഉണ്ടെന്ന് പറയുന്നതിൽ അർത്ഥം ഉണ്ടോ എന്ന് സംശയിച്ചു പോകും ഇതുപോലുള്ള കമന്റ്സ് ഒക്കെ കാണുമ്പോൾ. അപ്പൊ ഞാൻ പറയുന്നത്, ഈ കേൾവിയിൽ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം ഇല്ലാത്ത കാര്യങ്ങൾ അവർ പറയും ജീവിതത്തിൽ. ആ സിസ്റ്റം തുറന്ന് അവർ പറയുന്നതിനിടയിൽ അതെല്ലാം തുറന്ന് പറയുന്നുണ്ട്. എന്താണ് സാഹചര്യം. പിന്നെ പാവങ്ങളായതുകൊണ്ട് എന്തും ആരോപിക്കാമല്ലോ മനുഷ്യരുടെ. സിസ്റ്റർ, ഒരു വൈദികന് വൈദിക വൃത്തിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കുടുംബത്തിൽ നിന്നൊരു ഒന്നുമില്ലാതെ അല്ലല്ലോ അങ്ങോട്ട് ചെല്ലുന്നതല്ലേ? കുറച്ച് പണം അവിടെ കൊടുക്കേണ്ടതുണ്ട് ഇല്ലേ? അങ്ങനെയാണല്ലേ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്? അങ്ങനെയാണ് നമ്മൾ വൈദിക വൃത്തിയിലേക്ക് വെറും കൈയോടെ അല്ല എന്തായാലും പോകുന്നത്. നമ്മളൊരു വിവാഹം ഒരു സ്ത്രീയെ കഴിച്ചു വിടുമ്പോൾ നമ്മൾ സ്ത്രീധനം എന്ന് പറഞ്ഞ പേരിൽ കുറച്ച് എല്ലാവരും സ്ത്രീധനം അംഗീകരിക്കുന്നില്ലെങ്കിൽ കൂടിയും നമ്മൾ അവർക്കൊരു ഇൻവെസ്റ്റ്മെന്റ് പോലെ അത് കൊടുക്കുന്നു. ഇൻവെസ്റ്റ്മെന്റ് പോലെയോ അല്ലാതെയോ എന്തായാലും ഒരു പണം അവിടെ ചെലവാക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വൈദിക വൃത്തിയിലേക്ക് കിടക്കുന്ന ഒരാൾ വൈദിക വൃത്തിയിലേക്ക് എത്തുമ്പോൾ ഒരു കുടുംബത്തിന് ഉണ്ടാവുന്ന സാമ്പത്തികമായിട്ടുള്ള ചെലവ് അവിടെയുണ്ട്. അതുപോലെ തന്നെ കന്യാസ്ത്രീകൾക്കും ഉണ്ടെന്നാണ്. അത്രയും ഇല്ലെങ്കിൽ പോലും ഒരു ശതമാനമുണ്ട്. അപ്പൊ എന്തിനാണ് ശരിക്കും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ആരാണ് ഇതൊക്കെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ എല്ലാം ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. നിങ്ങളുടെ ഭാവിയിലുള്ള എല്ലാ ജീവിതവും അതിനു വേണ്ടിയിട്ടാണ്. നിങ്ങൾ അധ്വാനിക്കുന്ന പണം മുഴുവനും സഭയ്ക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിന് ആരും എടുക്കുന്നില്ല. പിന്നെ എന്തിനാണ് വീണ്ടും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അതിനെയൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? സഭയില് കത്തോലിക്ക സഭയില് അതിബുദ്ധിമാന്മാരുണ്ട്. അതിൻ്റെ ഒരു തെളിവാണിത്. കാരണം ഇങ്ങനെയൊരു ഇൻകം മേടിച്ചു വെച്ചാൽ ആ ഇൻകമാണ് അവരെ സഭയിൽ നിന്ന് പുറത്ത് മനഃപൂർവ്വം ഇവരെ പുറത്തേക്ക് വലിച്ചെറിയുന്ന സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ ഈ കുട്ടികൾ നിസ്സഹായരായിട്ട് പോകേണ്ടുന്ന സിറ്റുവേഷൻസിലോ ആ എടുത്ത് കൊടുക്കുന്ന തുക വിത്തൗട്ട് ഇൻട്രസ്റ്റ് എന്താണോ നിക്ഷേപിച്ചിരിക്കുന്നത് അത് എണ്ണി പെറുക്കി അതുപോലെ മാത്രം കൊടുക്കുക. 10 വർഷം ജീവിച്ചാലും അവരുടെ സേവനം മുഴുവൻ അവിടെ എടുത്താലും 40 വർഷം ജീവിച്ചാലും ഫ്രീ ആയിട്ട് കൊടുത്തു വിടുന്നത്. അന്ന് 40 വർഷം മുമ്പ് 20 lakhs കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് കൊടുക്കുമ്പോഴും 40 വർഷത്തിന് ശേഷം കൊടുക്കുമ്പോഴും ഓൺലി 20 lakhs, നോട്ട് 20 lakhs and 1 rupees, നെവർ ഗീവ്. എന്തിനാണ്? അതിൻ്റെ ഇൻട്രസ്റ്റ് മുഴുവൻ എടുക്കാം. ഇനി അവർ പോകുന്നില്ലെങ്കിലോ ആ ഇൻട്രസ്റ്റും പ്രിൻസിപ്പിളും എടുക്കാം.
ഈ ഒപ്പം ഇതൊരു ടീച്ചറോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ആണെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത മുഴുവൻ തുകയും എടുക്കാം. അതിനൊരു കൃത്യമായ തുകയുണ്ടോ? അങ്ങനെ ഒരു മാനദണ്ഡം അങ്ങനെയില്ല. ഓരോരുത്തർ ഇത് ആ സമയത്ത് പുരോഹിതന്മാരുടെ എനിക്കറിയത്തില്ല. സിസ്റ്റേഴ്സിൻ്റെ ആ സമയത്ത് ഫൈനൽ പ്രൊഫഷന് അല്ല ഫസ്റ്റ് പ്രൊഫഷന് മുമ്പ് പേരൻസിനെ ഇവർ നമ്മളില്ലാതെ മീറ്റ് ചെയ്യും. കാൻഡിഡേറ്റ് ഇല്ലാതെ മീറ്റ് ചെയ്തിട്ട് അവർ ഡിമാൻഡ് വെക്കുക. ഓരോരുത്തരുടെ ഇത് അറിയാം അവർക്ക്, ഫാമിലി കപ്പാസിറ്റി അതനുസരിച്ചിട്ട് അങ്ങനെ അവർ പറയും, മാക്സിമം കൊടുപ്പിക്കും, മേടിക്കാൻ നോക്കും. അങ്ങനെയാണ്. അപ്പോൾ അതിനൊരു ഫിക്സഡ് എമൗണ്ട് ഇല്ല. പക്ഷേ ഈ എമൗണ്ടിൻ്റെ ദുരുദ്ദേശം അതാണ്. അങ്ങനെ അല്ല ചെയ്യണ്ടേ. എന്നിട്ട് 40 വർഷത്തിൽ 10 വർഷത്തെ സേവനം ഒരു സ്ഥലത്തിട്ട് ചെയ്തിട്ട് പോകുമ്പോൾ ജയിലിൽ പോലും കൊടുക്കുമല്ലോ, പേയ്മെൻറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് ജോലി ചെയ്തതിൻ്റെ. അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞത് ചുരുക്കത്തിൽ പറഞ്ഞത്, കത്തോലിക്ക സഭയിൽ ഇങ്ങനെ അതിബുദ്ധിമാന്മാരുണ്ട്. ഓരോ കാര്യങ്ങളെയും ഇത്തരത്തിൽ അവതരിപ്പിക്കാനും പ്രാക്ടിക്കലായിട്ട് നടത്തിക്കൊണ്ടുപോകാനും. തൃശ്ശൂർ പാവറട്ടിന്ന് ഒരു നഴ്സിംഗ് സ്ഥാപനത്തിൽ പഠിക്കാൻ വരുന്ന നഴ്സിംഗ് വിദ്യാർത്ഥി ജി സമോൾ, അവൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ് സിസ്റ്റർ കരുതുന്നത്? ഞാൻ അവരുടെ അമ്മയായിട്ട് ധാരാളം സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയത്തെക്കുറിച്ച്. പ്ലസ് കഴിഞ്ഞ മാസം ഞാൻ അവരെ പഠിപ്പിച്ചൊരു ടീച്ചറുമായിട്ട്, കുട്ടിയെ പഠിപ്പിച്ചൊരു ടീച്ചറുമായിട്ട് അമ്മയോടൊത്ത് സംസാരിച്ചു. ഒന്നും വിട്ടു അറിയുന്നില്ലെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, ഈ കുട്ടി സൂയിസൈഡ് ആണെന്നുള്ളതൊരു ക്രിയേറ്റഡ് നരേഷനാണ്. പർപ്പസ്ഫുള്ളി സഭ ഉണ്ടാക്കിയ, അല്ലെ പുരോഹിതന്മാർ സിസ്റ്റേഴ്സും കൂടെ കമ്പനി ചേർന്ന് ഉണ്ടാക്കിയ ഒരു കഥയാണ്. ഈ കുട്ടിയെ ആഫ്റ്റർ റേപ്പ് കൊന്ന് റൂമിൽ കെട്ടിത്തൂക്കി. എന്നിട്ടത് ഇൻവെസ്റ്റിഗേഷൻ്റെ സമയമായപ്പോഴത്തേക്ക് സൂയിസൈഡാക്കി. വ്യക്തമായ തെളിവുകളെല്ലാം നിലനിൽക്കുകയാണ്. പല തെളിവുകളും കയ്യിലിരിക്കുകയാണ്. പല അന്വേഷണ ഉദ്യോഗസ്ഥരിലൂടെ കടന്നുപോയിട്ടും ഇന്നും അത് സൂയിസൈഡിൻ്റെ അവസ്ഥയിൽ നിൽക്കുകയും കേസ് ഡിസ്പോസ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. വളരെ സങ്കടകരമായൊരു കാര്യമാണത്. ഓക്കെ, അപ്പം കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. ഞാൻ വളരെ ദീർഘിപ്പിച്ച്, സുഖമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വളരെ ദീർഘിപ്പിച്ച് കൊണ്ടുപോകുന്നില്ല. ഇല്ലേ?